നന്നായിട്ടൊന്ന് പഠിക്കണം, നല്ല രീതിയിലുള്ള മാർക്ക് വാങ്ങണം എന്നൊക്കെ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. പക്ഷേ അതിന് നിങ്ങളെ സമ്മതിക്കാതെ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ ചുറ്റും ഉണ്ടല്ലേ? അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. അതായത് നിങ്ങൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ മുമ്പിലുള്ള ഗോൾ, അത് പരീക്ഷയ്ക്ക് പഠിക്കുന്നതായിക്കോട്ടെ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്തെങ്കിലും നേടുന്നതായിക്കോട്ടെ, അത് നമ്മൾ സ്മാർട്ടായിട്ട് എങ്ങനെയൊന്ന് ഡീൽ ചെയ്യണം എന്നുള്ളതാണ് നോക്കേണ്ടത്. നമ്മൾ ഈ വിഷമങ്ങളും കഷ്ടതകളും പറ്റാത്ത കാര്യങ്ങളും പറഞ്ഞിരിക്കാതെ നിങ്ങളുടെ കയ്യിലുള്ള സമയത്തെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ, മനസ്സുകൊണ്ട് റെഡി ആണെങ്കിൽ, ബാഹ്യമായിട്ടല്ല, നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ സമയത്തെ നിങ്ങൾ നല്ല രീതിയിലൊന്ന് മാനേജ് ചെയ്യാനുണ്ട്. സമയത്ത് മാനേജ് ചെയ്യാന്ന് പറയുമ്പോൾ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഒഴിവാക്കിയിട്ട് ആ കാര്യത്തിൽ മാത്രം അങ്ങോട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യല്ല. നമുക്ക് എല്ലാ കാര്യത്തിനും സമയം വേണം. നിങ്ങളുടെ എന്റർടൈൻമെന്റിന് സമയം വേണം, നിങ്ങളുടെ ഫുഡിന് സമയം വേണം, നിങ്ങളുടെ സ്ലീപ്പിന് സമയം വേണം, നിങ്ങളുടെ പഠനത്തിന് സമയം വേണം, നിങ്ങളുടെ റിലേഷൻഷിപ്പുകൾക്ക് സമയം വേണം, എല്ലാത്തിനും നമുക്ക് സമയം വേണം. അപ്പൊ കൃത്യമായി നിങ്ങൾ നിങ്ങളുടെ ടൈം ഒന്ന് മാനേജ് ചെയ്യും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ദിനപ്രതിയായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഡെയിലി ആക്ടിവിറ്റീസുകളെ നിങ്ങൾ ഒന്ന് പട്ടികപ്പെടുത്താം. ഞാൻ രാവിലെ എഴുന്നേറ്റ് ആദ്യം ഇത് ചെയ്യും, അതിനുശേഷം ഇത് ചെയ്യണം, അതിനുശേഷം ഇത് ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ടൊന്ന് ഓർഡർ ചെയ്ത് വെക്കുക. എന്നിട്ട് അത് നിങ്ങളുടെ ടൈം മാനേജ്മെന്റുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. നിങ്ങളുടെ ലേണിംഗ് സ്ട്രാറ്റജീസ് കൂട്ടാൻ വേണ്ടി നമുക്കൊരു 8 ആക്റ്റീവ് ലേണിംഗ് സ്ട്രാറ്റജീസ് ഉണ്ട്. എന്താ ലേണിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങള് നിങ്ങളുടെ ചുറ്റും കാണുന്ന ഒരുപാട് കാര്യങ്ങൾ, കേൾക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, അതിനെ മനസ്സിലാക്കുക, അതിനെ നിങ്ങൾ എന്ത് ചെയ്യാണ്, എല്ലാ രീതിയിലും ഉൾക്കൊള്ളുന്നതാണ് നിങ്ങളുടെ ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് എങ്ങനെ കൊണ്ടുവരണമെന്ന് നല്ല രീതിയിൽ ഒന്ന് ശ്രമിക്കാം. പിന്നെ സ്വയം ഒന്ന് അസസ് ചെയ്യുക. അതായത് ഞാനൊരു പ്ലാൻ ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഞാൻ കൃത്യമായി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു സെൽഫ് അസസ്മെന്റ് ആ ഒരു ഷീറ്റിൽ ഒരു ടിക്ക് ഇട്ട് വെക്കുക. ഇനി ഇല്ല, അത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ എന്നാൽ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, അതിന് പെൻഡിങ് എന്ന് എഴുതി വെക്കുക. കംപ്ലീറ്റ് ഒട്ടും ചെയ്തിട്ടില്ല, തുടങ്ങിയിട്ട് പോലും ഇല്ല എന്ന് എനിക്ക് എത്രയും പെട്ടെന്ന് അത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ പഠനാന്തരീക്ഷം എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒച്ചയും ബഹളവും ആളുകൾ കൂടുന്നിടത്തൊന്നും പോയിട്ടല്ല നിങ്ങളുടെ പഠനം നടത്തേണ്ടത്. വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് നിങ്ങൾക്ക് വളരെ പീസ്ഫുൾ ആയിട്ട് വായിക്കുന്ന കേൾക്കുന്ന കാര്യങ്ങൾ മനസ്സിലേക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പഠനാന്തരീക്ഷത്തിലായിരിക്കണം നിങ്ങൾ ഇരുന്ന് പഠിക്കേണ്ടത്. ക്ലിയർ അല്ലേ? പഠിക്കുന്ന സമയത്ത് നമുക്ക് തീർച്ചയായും സംശയങ്ങൾ ഉണ്ടാവണം. അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് ആ സംശയം വെച്ച് അവിടെ ഇരിക്കാതെ നിങ്ങളുടെ ആ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട എക്സ്പേർട്സുമായിട്ട് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അത് നിങ്ങളുടെ ടീച്ചേഴ്സ് ആകാം, നിങ്ങളുടെ പാരന്റ്സ് ആകാം, നിങ്ങളുടെ ഫ്രണ്ട്സ് പോലും ആകാം. അവ ആർക്കാണോ ആ ഒരു നല്ലൊരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് അറിയുന്നത് അവരോട് വളരെ ഓപ്പൺ ആയിട്ട് അത് ചോദിച്ച് ക്ലിയർ ചെയ്യും. പിന്നെ മനസ്സിനെ എപ്പോഴും ഹാപ്പി ആയിട്ടും പോസിറ്റീവ് ആയിട്ടും വെക്കാൻ വേണ്ടി ശ്രമിക്കുക. എപ്പോഴും ടെൻഷനും നെഗറ്റിവിറ്റിയും പെസിമിസ്റ്റിക് ആറ്റിറ്റ്യൂഡ് ആയിട്ട് ഇരിക്കരുത്. എപ്പോഴും ഒരു ഓപ്പൺ മൈൻഡഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു മെന്റൽ സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ചിലപ്പോൾ നമ്മളൊന്ന് തോറ്റുപോയേക്കാം, ഇറ്റ്സ് ഓക്കെ, ഇനിയും എനിക്ക് പഠിക്കാൻ സാധിക്കും, ഇനിയും എനിക്ക് ജയിക്കാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാം. എല്ലാം നിങ്ങളുടെ വിജയത്തിലേക്കുള്ള ഒരു കീ എന്ന് പറയുന്നത് നിങ്ങൾ എങ്ങനെ ആ വിജയത്തിലേക്ക് തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ്. തയ്യാറെടുപ്പുകൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ വിജയം നിങ്ങൾക്ക് ഒരു സ്വപ്നം മാത്രമായിട്ട് അങ്ങ് ഒതുങ്ങിപ്പോകും. അപ്പൊ എന്ത് ചെയ്യുക, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നിങ്ങളുടെ ആ ഒരു വിജയം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് തയ്യാറാവുക, അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുക. എന്നും വരട്ടെ, അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ചിട്ട് അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പലതരത്തിലുള്ള തോന്നലുകൾ വരും. എന്നാൽ ആ തോന്നലുകളെയൊക്കെ അങ്ങോട്ട് അവഗണിച്ച് ഞാൻ എന്തിനു വേണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്കൊരു ലക്ഷ്യം ഉണ്ടായിരുന്നല്ലോ, അത് ഞാൻ ഇതുവരെയും അച്ചീവ് ചെയ്തിട്ടില്ല. അപ്പൊ അച്ചീവ് ചെയ്യുന്നത് വരെ ഞാൻ അതിലേക്ക് കൃത്യമായി പൊരുതും. ആ ഒരു പെർസെവറൻസ് എപ്പോഴും നിങ്ങൾക്ക് ഉണ്ടാവും. താങ്ക് യു.